സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്തയെ നാം ഏറെ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്ത പതാകയുടെ വാഹകരാണ് മുറിയുടെ ഏകോപനം എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകർ തമ്മിലുള്ള കത്തിക്കുത്തിലൂടെയാണ് കേരളീയ സമൂഹം ആദ്യമായി ഇടിമുറികളെ പറ്റി കേൾക്കുന്നത്. ഒരു ക്യാമ്പസിലെ SFI പ്രവർത്തകർ തമ്മിലുള്ള കത്തിക്കുത്ത് PSC അട്ടിമറിയുടെ പിന്നാമ്പുറ കഥകൾ പോലും വെളിപ്പെടുത്തുന്നതായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി കഥ പുറം ലോകത്തേക്ക് വന്നിട്ടും തിരുത്തുവാനോ പരിശോധിക്കുവാനോ SFI തയ്യാറായില്ല എന്നു മാത്രമല്ല, പിന്നെയും സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം വയനാട് വെറ്റിനറി ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലും എത്തി നിൽക്കുന്നത് SFIയുടെ വൈകൃത മനസ്സ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിനെ കണക്കിന് തല്ലിയതും SFI തന്നെ. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ക്യാമ്പസുകളിൽ ജനാധിപത്യം ഉണ്ടാകേണ്ടത് തീർത്തും അനിവാര്യം തന്നെയാണ്. എന്നാൽ ഏകാധിപത്യ പ്രവണതകളിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ശവക്കല്ലറ ഒരുക്കുകയാണ് SFI. എതിർ ശബ്ദങ്ങളെ അക്രമത്തിലൂടെ കീഴടക്കി അധ്യാപകർക്ക് കുഴിമാടം തീർത്ത് മുന്നോട്ടു പോകുന്ന SFIയെ തിരുത്തുവാൻ CPM തയ്യാറാകുന്നില്ല എന്നതാണ് കൗതുകം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അവരുടെ പലായനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്. ഏറെക്കുറെ അതിന് വഴിവെക്കുന്നത് SFIയുടെ ഇത്തരം പ്രവണതകളാണ്. സമീപകാലത്ത് നടന്ന വിവിധ സർവകലാശാല തിരഞ്ഞെടുപ്പുകളിൽ SFI പിന്നിലേക്ക് പോയിരുന്നു. തീർച്ചയായും അധികാരത്തിലിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളും SFIയെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും SFIയെ നിയന്ത്രിക്കുവാനും ദിശാബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനം പഠിപ്പിക്കുവാനും CPM തയ്യാറായില്ലെങ്കിൽ നാളെ ഇവിടുത്തെ പാർട്ടിക്കും ബംഗാളിലെ അവസ്ഥ സംഭവിക്കുക തന്നെ ചെയ്യും.